കറി റെഡി ആയിട്ടുണ്ട്. പണി കഴിഞ്ഞ് ഇത് കറി സെറ്റായി. അടുക്കളയിലല്ല പണി കഴിഞ്ഞ്, തുട കഴിഞ്ഞ് നീറ്റായി. ഞാൻ ചായ കുടിച്ചിട്ടില്ല, ലേറ്റായി. ഞാൻ എന്താ ചായ കുടിക്കാൻ പോകുന്നു. പിന്നെ അതൊക്കെ തുടച്ച് മുട്ടാകെ തുടക്കൽ കഴിഞ്ഞ്, ചോറ് കഴിഞ്ഞ്, പിന്നെ ഉപ്പുമാവ് ബാക്കിയായി ഫ്രിഡ്ജ് കിട്ടും. ഞാൻ കഴിച്ചിട്ടില്ല, എന്നാൽ ബാക്കിയാ ഏതോ കുറച്ചും കൂടി ഉള്ളൂ. പിന്നെ ചായ, രാത്രിക്ക് ചോറ്, ഉപ്പേരി ഉണ്ടാക്കണം, മുരിങ്ങൻ്റെ ഇലയും. പിന്നെ മുരിങ്ങൻ്റെ ഉപ്പേരി ഉണ്ടാക്കണം വിചാരിക്കുന്നുണ്ട്. പിന്നെ അച്ചാർ പൊളിച്ചിട്ടുണ്ട്, തൈരും, അത്രയേ ഉള്ളൂ. വെത്തള് വൈനാട്ടിൽ വേറെ എന്തോന്ന് പറയാം. കണ്ട പണി കഴിഞ്ഞു. ഇനി മുറ്റത്തുള്ള പണിയുണ്ട്. മുറ്റത്തല്ല, മേലെ ആദ്യം പോകണം. നമുക്ക് ഡോറടക്കാം. തുടച്ച് വിടെത്തി. നമ്മൾ ഡോറടച്ചിട്ട് മേലെ കുറച്ച് പണിയുണ്ട്. ചായ കുടിക്കണം. ഇതൊക്കെ നീറ്റായി. അതിപ്പോൾ കഴുകാൻ പാടില്ല, അത് വാടി കൊടുക്കും. ചൂടാറിട്ടുള്ളത് വെച്ചേട്ടോ. അതൊക്കെ നീറ്റായി, അതൊക്കെ സെറ്റപ്പായി. പണീന് കറി എല്ലാവർക്കും നമുക്ക് ലേറ്റ് എടുത്താം. പല്ല് വേനയ്ക്കുണ്ട് അതിനകത്തായിട്ട്. ഇതൊക്കെ നീറ്റായി. നാളെ പോയി തരാം. മേലെ പണിയുണ്ട്. പണിയെന്ന് വെച്ചാൽ എന്താണെന്ന് പറയും, ചൂലെടുക്കാൻ പോലെ വേറെ. പിന്നെ പണിയുണ്ട് എൻ്റെ റൂമിൽ. ചൂല് ഇവിടെ. ഈ ബാക്ക് ഭാഗങ്ങൾ കണ്ടിട്ടില്ലല്ലോ, ഫ്രണ്ട് ഭാഗം ഒന്നും കാണിച്ചിട്ടില്ല. ലേറ്റ് ഇട്ടാ തന്നെ ഹോം ടൂറിൽ ഞാൻ ഈ ഭാഗം കാണിച്ചിട്ടില്ല. അവിടെ നീറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അത് പണിക്കാരുണ്ടായിരുന്നു. തുറക്കട്ടെ. തറവാട്ടി കുറച്ച് ഐറ്റംസാണ്. അത് സ്റ്റീൽ ഉണ്ടോ. ഇതാണ് ബാക്ക് ഭാഗം, ഫ്രണ്ട് ഭാഗം കണ്ടോ. ഫ്രണ്ട് ഭാഗം ഇതാ വരണേ കണ്ടോ. ആദ്യമൊക്കെ അങ്ങ് ഇവിടുന്ന് മാങ്ങ പൊട്ടിക്കായിരുന്നു കേട്ടോ. ഇപ്പം ഇവിടുന്ന് എടുക്കുന്നുണ്ട് മാങ്ങൊന്നുമില്ല. പക്ഷെ ഇവിടെ മരം വെട്ടി കണ്ടോ കണ്ടോ. ഇതാണ് ബാക്ക്, ഫ്രണ്ട് ഭാഗം. പിന്നെ ബാക്കാണ് പോണേ. വീടിൻ്റെ ഫ്രണ്ട് ഉണ്ടാവില്ല, അതിൻ്റെ ബാക്ക്. ഇന്നലെ നീറ്റാക്കി ചൂല് ഇന്നലെ ഇവിടെ ഉപ്പ കൊടുന്നിട്ടത്. അപ്പോൾ അതും എടുക്കാൻ ഇനി വന്നതാ. അത് ഹൗസ് വാമിങ് കഴിഞ്ഞ വീടാണ്. ഫ്രണ്ട് ഭാഗം കേട്ടോ. ഓക്കെ, ചൂലെടുക്കാൻ വന്നത്. അത്രേ ഉള്ളൂ.